മംഗളൂരുവിൽ സംസാരശേഷിയില്ലാത്ത യുവതി കൂട്ടബലാത്സംഗത്തിനിരയായി. പശ്ചിമബംഗാൾ സ്വദേശിനിയായ യുവതിയാണ് ബലാത്സംഗത്തിനിരയായത്. സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. മദ്യം നൽകി ബോധം കെടുത്തിയാണ് യുവതി ബലാത്സംഗത്തിനിരയായത്. ഉള്ളാൾ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നേത്രാവതി നദിക്കടുത്താണ് സംഭവം. പശ്ചിമബംഗാൾ സ്വദേശിനിയായ യുവതിയെ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി കൂട്ടബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മംഗളൂരു മുൾക്കി സ്വദേശി ഓട്ടോ ഡ്രൈവർ പ്രഭുരാജ്, കുമ്പള സ്വദേശി മിഥുൻ, മംഗളൂരുവിലെ താമസക്കാരനായ മണി എന്നിവരാണ് അറസ്റ്റിലായത്. മുന്നൂരു ഗ്രാമത്തിലും ഉള്ളാൾ നഗരസഭയ്ക്കും ഇടയിൽ കേരള കർണാടക അതിർത്തിയിലുള്ള ബൊള്ള ഹൌസിന് സമീപമാണ് അതിക്രമം നടന്നത്. മഞ്ചേശ്വരത്ത് ഫ്ലൈവുഡ് ഫാക്ടറിയിൽ 3 വർഷത്തോളം ജോലി ചെയ്തിരുന്ന യുവതി ഉപ്പള സ്വദേശിയായ ആൺസുഹൃത്തിനൊപ്പമാണ് ജോലി തേടി മംഗളൂരുവിലെത്തിയത്. ആൺസുഹൃത്തുമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് രാത്രിയിൽ തനിച്ചായ യുവതി സഹായത്തിനായി റിക്ഷാ ഡ്രൈവറെ സമീപിച്ചു. പിന്നീട് ഡ്രൈവർ ലഹരി നൽകി മറ്റു 2 പേരോടൊപ്പം ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ബോധം വന്ന് ബഹളം വെച്ചതോടെ സംഘം യുവതിയെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. യുവതി നാട്ടിലേക്ക് തിരിച്ചുപോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് ക്രൂരമായ ബലാത്സംഗത്തിനിരയായതെന്ന് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു. ನಿನ್ನೆ ರಾತ್ರಿ ಉಳ್ಳಾಲ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ವ್ಯಾಪ್ತಿಯಲ್ಲಿ ಒಂದು ಘಟನೆ ನಡೆದಿತ್ತು. ಈ ಘಟನೆಗೆ ಸಂಬಂಧಪಟ್ಟ ಮಧ್ಯರಾತ್ರಿ ಸುಮಾರು 1:15 112 ಮೇಲೆ ಒಂದು ಕರೆ ಬರ್ತದೆ. 112 ಕರೆ ಪ್ರಕಾರ ಒಂದು ಹುಡುಗಿ ಅಲ್ಲಿ ಹಿಂದಿ ಮಾತಾಡ್ತಾ ಇದ್ದಾರೆ ಮತ್ತು ಅವರು ಕೂಗಾಡ್ತಾ ಇದ್ದಾರೆ ಮತ್ತು ಅವ್ರ ಮೇಲೆ ಯಾರು ಹಲ್ಲೆ ಮಾಡಿದ್ದಾರೆ ಅಂತ ಒಂದು ಕಂಪ್ಲೇಂಟ್ ಇತ್ತು. ಇಮಿಡಿಯೇಟ್ಲಿ ನಮ್ಮ ಹೊಯ್ಸಳ ವೆಹಿಕಲ್ ಅಲ್ಲಿಗೆ ಹೋಗಿ ಹುಡುಗಿಗೆ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ಕರ್ಕೊಂಡು ಬರ್ತಾರೆ. ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಲ್ಲಿ ಅವ್ರದ್ದು ಕಂಡೀಷನ್ ಇಂಟಾಕ್ಸಿಕೇಟಿಂಗ್ ಇತ್ತು ಮತ್ತು ಅವ್ರಿಗೆ ಮಾತಾಡೋದು ಪರಿಸ್ಥಿತಿ ಇರಲಿಲ್ಲ. ಸೊ ಇಮಿಡಿಯೇಟ್ಲಿ ಅವ್ರಿಗೆ ಹಾಸ್ಪಿಟಲ್ ಶಿಫ್ಟ್ ಮಾಡ್ತಾರೆ. ಎನ್ನುಪೈ ಹಾಸ್ಪಿಟಲ್ ಶಿಫ್ಟ್ ಮಾಡಿ ಅವ್ರಿಗೆ ಟ್ರೀಟ್ಮೆಂಟ್ ಅಲ್ಲಿ ಕೊಡ್ತಾರೆ. ಸೊ ಆ ಸಮಯದ ನಂತರ ಬೆಳಿಗ್ಗೆ ಅವಳು ನಮಗೆ ಸ್ಟೇಟ್ಮೆಂಟ್ ಕೊಡ್ತಾರೆ. ಆ ಸ್ಟೇಟ್ಮೆಂಟ್ ಪ್ರಕಾರ ನಿನ್ನೆ ರಾತ್ರಿ ಅವ್ಳಿಗೆ ಯಾರು ಡ್ರಿಂಕ್ಸನ್ನು ಕೊಡಿಸಿದ್ರು. ಡ್ರಿಂಕ್ಸ್ ಆದ ನಂತರ ಅವ್ರಿಗೆ ಪ್ರಜ್ಞೆ ಇರಲಿಲ್ಲ ಮತ್ತು ಮಿಡ್-ನೈಟ್ ಪ್ರಜ್ಞೆ ಬಂದ ನಂತರ ಆ ಕಾರಲ್ಲಿ 3 ಜನ ಇದ್ದರು ಆ್ಯಂಡ್ ಅವ್ರದ್ದು ಅಂಡರ್ ಗಾರ್ಮೆಂಟ್ಸ್ ಇರಲಿಲ್ಲ. ನಂತರ ಅವರು ಕೂಗಾಡೋದು ಸ್ಟಾರ್ಟ್ ಮಾಡುವಾಗ ಅವ್ರಿಗೆ ಅಲ್ಲಿ ಬಿಟ್ಟು ಅವರು ಹೋಗಿದ್ದಾರೆ. ദേഹമാസകലം മുറിവേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.